ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എണീറ്റ് പാടെ തന്നെ കിച്ചണിലോട്ട് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്താണെന്നറിയാൻ. അങ്ങനെ ഇന്നും കുറച്ച് ലേറ്റാണ് കേട്ടോ എണീറ്റത്. രാവിലെ ഉമ്മ അപ്പമൊക്കെ ചുട്ടുകൊണ്ടിരിപ്പുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉമ്മ ചുടുന്നത്, ഇങ്ങനെ ചുറ്റിച്ചൊന്നുമല്ല. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം മാത്രമല്ല കേട്ടോ, ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. രാവിലെ തന്നെ മാവൊക്കെ അതിന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാവയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉണക്കമുന്തിരി ഉമ്മി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ആൾ കഴിക്കും കേട്ടോ, എപ്പോഴും ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മി വീണ്ടും അപ്പമൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വ്ളോഗ് എടുക്കുന്ന കോട്ടയത്ത് വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നൊരു ഫ്രൈഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ വാപ്പിക്ക് വിൽക്കാക്കൊക്കെ പള്ളിയിൽ പോകണം. അതുകൂടാതെ നമുക്ക് ഷോപ്പിങ്ങിനും കാര്യത്തിനൊക്കെ പോകണം കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല സ്പീഡിൽ പണിയൊക്കെ ഒന്ന് തീർക്കുന്നുണ്ട്. അങ്ങനെ അപ്പത്തിൻ്റെ കൂടെ തന്നെ ഉമ്മ ചപ്പാത്തിയും കൂടിയൊക്കെ ചുട്ടു വെക്കുന്നുണ്ട്. പിന്നെ വാവയ്ക്കിട്ട മുന്തിരിയൊക്കെ ഞാനൊന്ന് കൊടുത്തു നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഉമ്മയൊന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ ജോലിയുടെ ഇടയിൽ. വാവ ചെന്ന് രണ്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഉമ്മയായിട്ട് അത്യാവശ്യം കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മയായിട്ടായിരുന്നു ആദ്യം കമ്പനി ആയത്. പിന്നെ ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പറഞ്ഞാൽ അപ്പവും മട്ടൻ കറിയും അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. പിന്നെ പാലും ഉണ്ടായിരുന്നു കേട്ടോ, പാല് കാച്ചിയതും ഉണ്ടായിരുന്നു. ഇക്കാക്ക് ചപ്പാത്തിനോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് അപ്പവും മട്ടൻ കുറുമയൊക്കെയാണ് കേട്ടോ കൊടുത്തത്. പിന്നെ ഉമ്മി ബാക്കിയുള്ള ചപ്പാത്തിയും കൂടെ പരത്തുവാണ്. അപ്പോൾ കുറച്ച് വെറൈറ്റിയാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം മുമ്പ് ഞങ്ങൾ ഒരു വ്ളോഗ് കണ്ടപ്പോൾ അതിൽ കണ്ട ഒരു രീതിക്കാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സാധാ ചപ്പാത്തിയുടെ മാവ് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കും. അത്യാവശ്യം നല്ല രീതിയിൽ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലൈറ്റായിട്ട് മതി. എന്നിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇത് മടക്കി വെക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ലൈറ്റായിട്ടൊന്ന് പൊടിമാവും കൂടി ഒന്ന് തേച്ച് കൊടുക്കും. അപ്പോൾ ഇതുപോലെ കുറച്ച് മടക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിയും കൂടിയൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുമ്പോൾ 3 ലെയറിൽ കിട്ടും. അതുപോലെ നല്ല കൊമള പോലെ പൊങ്ങി വരും കേട്ടോ ചപ്പാത്തി. നല്ല സോഫ്റ്റും ആയിരിക്കും. അതും കുറച്ച് സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മളൊരു വ്ളോഗിൽ കണ്ടതാണ് കേട്ടോ, പക്ഷെ നല്ല അടിപൊളിയാണ്. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ പരത്തിയതിന് ശേഷം ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കിയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ കഴിക്കുന്നതിന് മുമ്പൊക്കെ ആയപ്പോൾ ഉമ്മ ചൂടോടുകൂടി തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ നല്ല കൊമള പോലെ വരും ചുട്ടെടുക്കുമ്പോൾ. ഇത് വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം, നമ്മൾ എണ്ണ ഒഴിക്കാതെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പോൾ എനിക്കും ഇക്കാക്കും വാപ്പിക്കൊക്കെ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത്. അതുപോലെ ഈ ഒരു ടൈമിലിടുന്ന എല്ലാ വീഡിയോസും ഞാൻ നോയമ്പിന് മുമ്പ് എടുത്തതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസത്തിന് ശേഷമാണ് ഇതെല്ലാം എഡിറ്റ് ചെയ്തിടുന്നത്. നാട്ടിൽ വെച്ച് എല്ലാം ചെയ്തിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ച് സൗദിയിലെത്തിയതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ നല്ല ചൂടോടുകൂടി തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നൊക്കെയുണ്ട്. അതുപോലെ വാവയ്ക്ക് രാവിലെ മുട്ട പുഴുങ്ങായിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വൈറ്റാണ് കൊടുത്തത്. അവൾക്ക് വൈറ്റേ ഇഷ്ടമുള്ളൂ, മഞ്ഞ കഴിക്കത്തില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചപ്പാത്തിയും അതുപോലെ തന്നെ കുറുമയാണ് കേട്ടോ ഞാനും എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയും മട്ടൻ കുറുമയൊക്കെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തി ഇതുപോലെ 3 ലെയറിലായിരിക്കും കേട്ടോ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ എൻ്റെ സൈഡിൽ ഇരുന്ന ഉമ്മയും വാപ്പിയൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ബ്രദറാണെങ്കിൽ ലേറ്റായിട്ടാണ് എണീക്കുക, അതുകൊണ്ട് ആൾ ഫുഡൊന്നും ഇപ്പോൾ കഴിക്കില്ല, ലേറ്റായിട്ടേ കഴിക്കാറുള്ളൂ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ വാവേനെ ഉമ്മയാണ് കേട്ടോ നോക്കുന്നതൊക്കെ. ആളെന്തോ ഭാഗ്യത്തിന് ഉമ്മയുടെ അടുത്ത് മാത്രം പോകുന്നുണ്ടായിരുന്നു ഈ ഒരു സമയമൊക്കെ. പിന്നെ അതിനുശേഷം വാവേനെ കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അമ്പലത്തിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആൾക്ക് കൊടുക്കുവാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവൾക്കും ഇഷ്ടപ്പെട്ട് ഇക്കാൾക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ രാവിലെ തന്നെ ഉമ്മയും മീൻകറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മീനും
ഇക്കയുടെ ഉമ്മി തന്നു വിട്ടതാണ് കേട്ടോ. നല്ല പച്ച മീനായിരുന്നു. ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അതുപോലെ നമുക്ക് മുരിങ്ങക്കായും അതുപോലെ തക്കാളിയും കൂടി ചാറുകറിയും വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വാപ്പി ഇക്കായും അതുപോലെ തന്നെ ബ്രദറും കൂടി പള്ളിയിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ചയാണ്. അങ്ങനെ 3 പേരും കൂടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ വാവ ചെറിയ കരച്ചിലായിരുന്നു കേട്ടോ ഇക്ക പോകുന്നത് കൊണ്ട്. അതിനുശേഷം വീടൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം മീനൊക്കെ ഒന്ന് പൊരിക്കുന്നുണ്ട്. അപ്പോൾ മീനൊക്കെ പൊരിക്കുന്നത് അവർ തിരിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്പലത്തിന് ഇതുപോലെ പായസം കിട്ടിയെന്ന്. ഇങ്ങനത്തെ ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ശബരിമല സീസണൊക്കെ വരുമ്പോൾ കൂട്ടുകാരികൾ എപ്പോഴും കൊണ്ടുവരുമായിരുന്നു കേട്ടോ. അത് മാത്രമല്ല വാപ്പിയും കൊണ്ടുവരുമായിരുന്നു. ഇത് നല്ല ടേസ്റ്റാണ്. സാധാരണ മിക്കവാറും കിട്ടുന്നതിന് മധുരം നല്ല കൂടുതലായിരിക്കും. പക്ഷേ ഇത്തവണ ഇത് കറക്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനും വാവയും ഇക്കായും ഒക്കെ കഴിക്കുന്നുണ്ട്. ഉമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചോറും മീൻകറിയും മീൻ പൊരിച്ചതും മോരുകറിയും അതുപോലെ തന്നെ അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് സ്പെഷ്യൽ. അപ്പോൾ ഇക്കാക്ക് വേറെ ബിരിയാണിയാണ് കേട്ടോ. ഇക്കാക്ക് വെറും ചോറിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് ആൾക്ക് ബിരിയാണി വേറെ ഉമ്മ വെക്കുമായിരുന്നു. പിന്നെ വെറും ചോറിന് പപ്പടവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കറി എല്ലാം എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. പിന്നെ ഉമ്മി മാങ്ങാച്ചാറും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഊണ്. അതുപോലെ മീൻ നല്ല ഫ്രഷ് ആയിരുന്നു. അതുകൊണ്ട് മീൻ കറിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോവാണ് ഷോപ്പിങ്ങിന്. അതുപോലെ ബ്രദറിന് വേണ്ടി ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ നമ്മളൊന്നും വാങ്ങിച്ചൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കയ്ക്ക് വേണ്ടി, അതായത് ബ്രദറിന് വേണ്ടി ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ പോകുന്നത്. പക്ഷേ നമ്മൾ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സർപ്രൈസ് ആയിട്ട് എടുത്തു കൊടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ആളെങ്ങനെയോ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇക്ക ബുള്ളറ്റിലാണ് പോകുന്നത്, ഞങ്ങൾ കാറിലുമാണ്. അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കറങ്ങിയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് യാത്രയൊക്കെ ആവുമല്ലോ. അങ്ങനെ നമ്മൾ കറങ്ങി ചുറ്റിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കോട്ടയത്തുള്ള ട്രെൻഡ്സിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ അധികം വൈകാതെ തന്നെ നമ്മൾ ട്രെൻഡ്സിലെത്തി കേട്ടോ. ഇവിടുന്ന് വലിയ ഡിസ്റ്റൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇക്ക ആദ്യം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു, അതായത് ബ്രദർ ആദ്യം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ ചെന്ന അന്നത്തെ ദിവസം ഡിസ്കൗണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അറിയാതെ കേട്ടോ നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് സെലക്ട് ചെയ്യുകയാണ്. ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷർട്ടും പാൻറ്റും എടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. ടീഷർട്ടൊന്നും അധികം യൂസ് ചെയ്യത്തില്ല, കൂടുതലും ഷർട്ട് തന്നെയാണ് ആൾ യൂസ് ചെയ്യാറ്. അതുപോലെ ഈ ഒരു ടൈമിൽ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ താഴെയായിട്ട് വുമൻസിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവിടെയൊന്നും വലിയ സെലക്ഷനൊന്നും കണ്ടില്ല. വളരെ നൈസായിട്ടുള്ള മെറ്റീരിയലായിരുന്നു കേട്ടോ എല്ലാം. എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അതുപോലെ അത്യാവശ്യം റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഷർട്ട് ട്രയൽ ചെയ്ത് നോക്കി. അപ്പോൾ ഈ ഒരു ഷർട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല കളറായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ചെന്ന പാട് തന്നെ എടുത്ത ഷർട്ടാണിത്. അതുപോലെ ഇതിൻ്റെ സൈസ് കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ വേറെ സൈസ് എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഹൈസ് നല്ല കളിയും ചിരിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഓരോ ഷർട്ട് ട്രയൽ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അടുത്ത ഷർട്ട് ട്രയൽ ചെയ്തു. അപ്പോൾ ഇത് വൈറ്റാണ് കേട്ടോ. ഇതൊക്കെ ഓഫീസ് യൂസിന് വേണ്ടിയാണ് ഇത് എടുക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഷർട്ടും. പിന്നെ വൈറ്റ് ഷർട്ട് നോക്കിയതിന് ശേഷം ബ്ലൂവിൻ്റെ കുറച്ചും കൂടി വലിയ സൈസ് നോക്കി ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഒരു ബ്ലൂ ആണ് കേട്ടോ എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഹാപ്പിയും മിക്കായും എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് വേറെയും ഷർട്ട് ട്രയൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷർട്ടും പാൻറ്റൊക്കെ എടുത്ത് ബില്ലൊക്കെ അടിച്ചു. അതുപോലെ തന്നെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഓഫറിലാണ് നമുക്ക് സംഭവം കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെജായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇവിടെ കലോത്സവം നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വഴിയിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു.
പിന്നെ വെജിറ്റേറിയൻ ആയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ആര്യാസിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആര്യാസിലെ ഫുഡ്. ആര്യാസിലാണെങ്കിലും ആനന്ദിലാണെങ്കിലും നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ വെജിറ്റേറിയൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വലിയ താല്പര്യമൊന്നുമില്ല വെജിറ്റേറിയൻ, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വരുവാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടി ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറുവാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമായിട്ടാണ് ഫുഡ് വന്നത്. അതുപോലെ വാപ്പിയും ഉമ്മയും മസാല ദോശയും മിക്ക പൂരിയും ഞാൻ ബട്ടൂരയും അതുപോലെ ഹസ്ബൻഡ് ചില്ലി പൊറോട്ടയും ഒക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ആദ്യം എത്തിയ സംഭവം എന്ന് പറയുന്നത് നമ്മൾ നെയ് റോസ്റ്റ് ആയിരുന്നു. നല്ല അടിപൊളി നെയ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നോർമലായിട്ട് നമ്മൾ സാമ്പാറും 2 ടൈപ്പ് ചട്നിയും ഉണ്ടായിരുന്നു. ഒന്ന് തേങ്ങാ ചട്നിയും ഒന്ന് നമ്മൾ പരിപ്പൊക്കെ ചേർത്ത ചട്നിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വാവയ്ക്കും കുറച്ച് ദോശ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തായിട്ട് പൂരി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ദാ എൻ്റെ ബട്ടൂര വന്നിട്ടുണ്ടായിരുന്നു. നല്ല വലിയ ബട്ടൂരയായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ചന മസാല ഉണ്ടായിരുന്നു. പിന്നെ പതിവില്ലാത്ത കിഴങ്ങ് മസാലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. സംഭവം നല്ല ടേസ്റ്റായിരുന്നു. നല്ല ചൂടോടുകൂടി തന്നെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. ഇത്തവണ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഇക്കാക്ക് പറഞ്ഞ ചില്ലി പൊറോട്ട വന്നിട്ടുണ്ടായിരുന്നു. അതും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡിന് വലിയ ഇഷ്ടമൊന്നും പെട്ടില്ല കേട്ടോ. ആൾക്ക് വെജിറ്റേറിയൻ ഫുഡിനോട് വലിയ താല്പര്യമില്ല. പിന്നെ വീട്ടിൽ ചെന്ന ടൈമിൽ പറയാതെ ഇക്കാടെ വാപ്പിയും ഉമ്മയും അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫുഡാണ് കേട്ടോ. പൊറോട്ടയും അപ്പവും അതുപോലെ മട്ടൻ കുറുമയും ചിക്കൻ ഫ്രൈയും ഒക്കെ. അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇന്ന് വരുമെന്ന്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയതാണിത്. അതുകൊണ്ട് തന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവർ പോയതിന് ശേഷമാണ് കേട്ടോ ഓർത്തത് ബാക്കി എടുക്കേണ്ടതായിരുന്നു എന്ന്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയും വിശേഷവും കാര്യങ്ങളൊക്കെ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.